എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് ആണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് ഒരു മസാല പുരട്ടണം. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ മസാല തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു ബോള് വെളുത്തുള്ളി ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 കൊച്ചുള്ളി, ഒരു പിടിയോളം കറിവേപ്പില, ഒരു 4-5 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം ചേർക്കാം. 1 ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടെ ചേർക്കാം. ചാറിലിട്ട് കൊടുത്താൽ നല്ല വെണ്ണ പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. മസാല ഇവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അധികം ഒന്നും വെണ്ണ പോലെ ഒന്നും അരച്ചെടുത്തിട്ടില്ല. നമുക്ക് ഈ മസാല ചെമ്മീനിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ചെമ്മീന് നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുന്നതിനായിട്ട് 1.5 സ്പൂൺ അളവില് കോൺഫ്ലോർ കൂടെ ചേർക്കുന്നുണ്ട്. അല്പം പുളിപ്പ് കിട്ടുന്നതിനും ചെമ്മീൻ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിനും 1 സ്പൂൺ അളവില് വിനാഗിരി കൂടെ ചേർക്കാം. വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. മസാലകളൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ചെമ്മീനിലേക്ക് മസാല നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ കളറ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. ചെമ്മീനിലേക്ക് നല്ല പോലെ തന്നെ മസാലകളെല്ലാം ആവശ്യത്തിനുണ്ട്. കളറ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ കൂടെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്തൊന്ന് കുഴച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ചെമ്മീനിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല ഒന്ന് പിടിച്ചു കിട്ടുന്നതിനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മസാല പുരട്ടിയ ചെമ്മീൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ മസാല എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്ന പാകത്തിലാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് ചെമ്മീൻ പൊരിച്ചെടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ ആദ്യ പ്രാവശ്യത്തെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ. ചെമ്മീനിലേക്ക് എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തി കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൂടെ കൊടുക്കണം. ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഒരു വശത്തൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഒന്ന് വിതറി കൊടുക്കാം. മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാനായിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മുരിയാത്ത ചെമ്മീൻ ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നല്ല പോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ആദ്യം ഇട്ട് കൊടുത്തത് ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം രണ്ടാമതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ആദ്യം ഇതുപോലെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ചെമ്മീനും ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെമ്മീനും ഫ്രൈ ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചെമ്മീനും നല്ല പോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ആയി വന്ന ചെമ്മീൻ നമുക്ക് വീണ്ടും എടുത്ത് മാറ്റാം. അതിനുശേഷം അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് തന്നെ നമുക്കൊരു സവാള പൊടിയായി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ സവാള നല്ല പോലെ ഒന്ന് മൊരിയിച്ചു കൂടി എടുക്കണം. അങ്ങനെ നമ്മുടെ ഈ ഒരു സവാള മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി പൊടികൾ ഒന്ന് ചേർത്തിളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇപ്പം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു പെരുന്നാൾ സ്പെഷ്യലായിട്ട് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.